മഞ്ജുവിൻ്റെ അമ്മ ഗിരിജ വാര്യർ ഏവർക്കും സുപരിചിതയാണ്. മഞ്ജു ലേഡി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അമ്മ അതിലും മുകളിലാണ്. 67-ാം വയസ്സിലും നൃത്തത്തിൽ അരങ്ങേറ്റം നടത്തിയ അമ്മയെ മഞ്ജു തന്നെ നോക്കിക്കണ്ടത് അത്ഭുതത്തോടെയാണ്. ക്യാൻസറിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഗിരിജ വാര്യർ തന്നെയാണ് മഞ്ജു എന്ന മകളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത്. അമ്മയെക്കുറിച്ച് മഞ്ജുവിന് എന്നും അതിശയമാണ്. അമ്മ മാത്രമാണ് തൻ്റെ റോൾ മോഡൽ എന്ന് മഞ്ജു എന്നും പറയും. കുടുംബം തനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ തളർന്നു പോകാതിരിക്കാൻ അമ്മ കൈപിടിച്ചു. ഇപ്പോഴും വേദനിപ്പിക്കുന്ന ചിന്തകൾക്ക് മഞ്ജുവിൻ്റെ മനസ്സിൽ തടയിടുന്നത് അമ്മ ഗിരിജ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അമ്മയുടെ സപ്തതി ആഘോഷിച്ചു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മധുവും മഞ്ജുവും പുള്ളിലെ വാര്യത്തേക്കെത്തി. കൈനിറയെ സമ്മാനങ്ങളുമായി മകനും കുടുംബവും മകളും എത്തിയത് ഗിരിജ വാര്യർക്ക് ഏതൊരമ്മയെയും പോലെ സന്തോഷത്തിൽ മതിമറന്ന നിമിഷങ്ങളായിരുന്നു. ഗിരിജ വാര്യർ ആദ്യമായി കയ്യിലെടുക്കുകയും ലാളിക്കുകയും ചെയ്ത പേരക്കുട്ടിയാണ് മീനാക്ഷി. അവൾ മാത്രം എത്താതിരുന്നത് എല്ലാവർക്കും ഏറെ സങ്കടമുണ്ടാക്കി എന്നതാണ് സത്യം. പക്ഷേ ഉച്ചയ്ക്ക് ഊണ് സമയമായപ്പോൾ മീനാക്ഷി പുള്ളിലെ വീട്ടിലെത്തിച്ചേർന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത. കണ്ടയുടനെ മീനാക്ഷി മുത്തശ്ശിയെ സ്നേഹത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. മുത്തശ്ശിക്ക് കൊടുക്കാനായി കയ്യിൽ കരുതിയിരുന്ന ആ സമ്മാനം ഏൽപ്പിക്കുകയും ചെയ്തു. നല്ല ഭംഗിയുള്ള കസവ് നേരിയതും ഒരു വാച്ചുമായിരുന്നു മീനാക്ഷി മുത്തശ്ശിക്കായി കരുതിയതെന്നാണ് പറയപ്പെടുന്നത്. മീനാക്ഷിയുടെ ആ സർപ്രൈസ് ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരെയെല്ലാം കണ്ണു നനയിച്ചു എന്നാണ് പറയുന്നത്. മഞ്ജുവിൽ നിന്നും മഞ്ജുവിൻ്റെ കുടുംബക്കാരിൽ നിന്നുമെല്ലാം അകന്നു നിൽക്കുന്ന മീനാക്ഷി അവിടെ എത്തിയത് ഏവർക്കും സന്തോഷം തന്നെയായിരുന്നു. ഇത്തരം വിവരങ്ങൾ അടങ്ങിയ വീഡിയോ വൈറലായതോടെ വലിയ രീതിയിലാണ് ആളുകൾ കമൻറ്റുകളിലൂടെ വിമർശനവുമായി എത്തുന്നത്. അമ്മയുടെ സപ്തതി ആഘോഷവും മഞ്ജുവും മധുവാര്യരും എത്തിച്ചേർന്നതുമെല്ലാം സത്യമായിരിക്കും. പക്ഷേ ഉറപ്പായും മീനാക്ഷി അവിടെ എത്തിയിട്ടുണ്ടാവില്ല. വെറും ഗോസിപ്പുകൾ മാത്രമാണ്. മഞ്ജുവിൻ്റെയും മീനാക്ഷിയുടെയും ഇപ്പോഴത്തെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആരെങ്കിലും പുറത്തുവിട്ടാൽ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാം. ഇങ്ങനെയാണ് ഒരുപാട് പേർ കമൻറ്റുകളുമായി എത്തുന്നത്.